ഒരു ഓൾ ഇൻ ഓൾ ആണ് കേട്ടോ. ശരിക്കും മുഖപരിചയം കൊണ്ടും ശബ്ദം കൊണ്ടും മലയാളി മനസ്സ് കീഴടക്കിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മനോജ് കുമാർ. മനോജ് നമസ്കാരം. നമസ്കാരം. ആറു തലയിൽ ബുദ്ധിയും അതിനൊത്ത ശക്തിയുമുള്ള ആറുമുഖനാണവൻ. പക്ഷെ മുരുക, നീ കളിക്കുന്നത് ഡാഡിയോട്. ഡാഡി ഗിരിജ. ഈ ആടിനെ പട്ടിയാക്കുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ്. ആ ഷോ നല്ലതാണ് ഒരു കണക്കിന്. പക്ഷെ ആ ഷോയിൽ ചെല്ലുന്നവരാണ് ആ ഷോയ്ക്ക് നെഗറ്റീവ് ഉണ്ടാക്കുന്നത്. കുറെ അലറി തെറി വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം. പക്ഷെ ബിഗ് ബോസ് ആൾക്കാർക്ക് പ്രശ്നക്കാരെയല്ലേ വേണ്ടത്, വെറുതെ പറയുന്നത് അത്. പക്ഷെ 4-5 ലക്ഷം രൂപ കൊടുത്ത് PR വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ. മണ്ടത്തരം, ഫൂളിഷ്നസ്. വിന്നറെ തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്. അവർക്ക് അത്ര ബന്ധമുള്ള ഒരാളെ അവർക്ക് വിന്നറാക്കാൻ പറ്റത്തില്ല മനോജ് ചേട്ടാ. അയക്കുന്ന മെസ്സേജുകൾ നോക്കത്തില്ല. ഫോൺ വിളിച്ചാൽ പോലും തിരിച്ചു വിളിക്കാൻ ഒരു മടി കാണിക്കുന്നവനാണോ മനോജ്? ഫോൺ വിളിച്ചാലൊക്കെ വിളിക്കും. ഈ അയച്ച മെസ്സേജിൽ ഒരു സംവിധായകന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞതാ. ആരായിരുന്നു? രേണുസുതി അഭിനയിക്കുന്നു, അവര് ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം കണ്ടിട്ട് എന്ത് തോന്നുന്നു? നമ്മൾ ഒരിക്കലും അവരെ ബോഡി ഷേപ്പ് നടത്തണമെന്ന് ഞാൻ യോജിക്കില്ല. അവരുടെ മുഖം കണ്ടോ, അതൊക്കെ ബോറല്ലേ. നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത്. ഒരു ആക്സിഡന്റ് വന്നാൽ തീർന്നു. നമ്മൾ പണ്ടത്തെ സീരിയൽ പോലെ അല്ല ഇപ്പോഴത്തെ സീരിയൽ. വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ? പണ്ടൊക്കെ നമുക്കൊരു 8 ദിവസം 10 ദിവസമൊക്കെ വർക്കൊക്കെ ഉണ്ടാവും. ഇതൊരു 3 ദിവസം കൊണ്ട് എത്തിയിട്ടാണെങ്കിൽ 1 മാസം മുഴുവൻ അടിച്ച് തകർത്ത് വിടണം എന്നുള്ളത് വല്ലവർക്കും അറിയും. സുരാജ് പഞ്ഞാറും അവന് ഞാനൊക്കെ ഒരുമിച്ച് മിമിക്രി കളിച്ചത്. അവന് ഇത്ര കാറുകളുണ്ട്, അവന് ഇത്ര ലക്ഷം കോടികളുടെ ഫ്ലാറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനതിൽ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഈ നാക്ക് പിഴയ്ക്കുന്നത് ഒരു പ്രശ്നമാണോ? പറയുന്ന വാക്കുകൾ എനിക്ക് പാരയായിട്ടൊക്കെ ഉണ്ട്. അജിൻ, അത് നീ ചെയ്തത് ശരിയല്ല കേട്ടോ. അവരുടെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ. ഈ ശബ്ദവും ശരീരവും ഉള്ളോ മനോജിന്? ഞാൻ എൻ്റെ ഉള്ളിൽ എന്തുണ്ടോ അത് അങ്ങനെ തന്നെ പുറത്തേക്ക്. ഉള്ളിലൊന്നും വെച്ചുകൊണ്ട് എനിക്കറിയില്ല.